ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് അപ്പോൾ രാവിലെ കറാപ്പള്ളിയിൽ നിന്ന് മൂന്ന് കയറി നല്ല തിരക്കായിരുന്നു. സീറ്റൊന്നും കിട്ടിയിട്ടുണ്ടാകില്ല, കൊല്ലം വരെ നിൽക്കേണ്ടി വന്നു. അങ്ങനെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമുക്ക് ഒരു ട്രെയിൻ യാത്രയിലും സീറ്റ് കിട്ടാറില്ല. പിന്നെ ഒരു പുതുമയുള്ള സംഭവം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നേരെ കൊല്ലത്തുനിന്ന് ES ജംഗ്ഷൻ കുട്ടിയും അങ്ങോട്ടത്തേക്ക് പ്രൈവറ്റ് സേവി നേരെ ES ജംഗ്ഷനിലിറങ്ങി. അപ്പോൾ ഫ്രണ്ടിനെ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവൻ വിളിച്ചിട്ട് ഒരു നേരം പോസ്റ്റാക്കിയില്ല. പെട്ടെന്ന് തന്നെ അവൻ എത്തി. അപ്പോൾ അവൻ ചെറിയ ഗിഫ്റ്റും കൂടെ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ വാച്ചായിരുന്നു. അപ്പം ഇതിന് സ്പെഷ്യൽ താങ്ക്സ് അറിയാം. ആദ്യമായിട്ടാണ് ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്, ഒരു വാച്ചൊക്കെ. അപ്പം വീണ്ടും താങ്ക്സ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ നിന്നൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ശ്രീലങ്ക പോകുന്നുണ്ടായിരുന്നു. അപ്പം കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വരികയായിരുന്നു. അപ്പോൾ ശ്രീലങ്ക റൂട്ടിൽ തന്നെയുള്ളൊരു സുപ്രീമിൻ്റെ സൂപ്പർ മാർക്കറ്റിലാണ് കയറി. അവിടെ എല്ലാത്തിനും നല്ല വില. പൊതുവേ സുപ്രീമിൻ്റെ ഏത് സൂപ്പർ മാർക്കറ്റിൽ കയറിയാലും നല്ല റേറ്റാണ്. പിന്നെ വേറെ ആ സമയത്ത് കടകളൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് എന്നെ കയറി അവിടെ ഒരു സാധനങ്ങളൊക്കെ മേടിച്ച് കൂടെ ഇറങ്ങി നേരെ ശ്രീലങ്കാവിനെ വിട്ടു. റോഡിൽ നല്ല അടിപൊളി റോഡൊക്കെ, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഒരുപാടില്ലായിരുന്നു. അപ്പോൾ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയിട്ട് ഒന്ന് തേച്ച് റിട്ടേൺ പൊട്ടിയതെത്തി. പൊട്ടിയത്ത് ലുലുവിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഡെയിലി പൊട്ടിയതാണ്. അപ്പം നേരെ നമ്മൾ ഒരു ഡെയിലിയിലെത്തി. ലുലു ഡെയിലി കൊള്ളാം, അടിപൊളിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു പേഴ്സണലി. അപ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഹൈപ്പർ മാർക്കറ്റ്, വെജിറ്റബിൾസ്, ഫിഷ് എല്ലാം കൂടെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യം കയറിയത്. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. നമ്മുടെ നട്ട്സ്, ഡേറ്റ്സ്, വാൾനട്ട്, അതിൻ്റെ ഒരു സെക്ഷനുണ്ട്. ഇതിനൊക്കെ പൊതുവെ എല്ലാത്തിനും വലിയ വിലയില്ല. വാൾനട്ടിനൊക്കെ 1700 രൂപ കിലോ. അപ്പോൾ 1 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പരിപ്പിനെ കനിയൊന്ന് 800 തോന്നുന്നു. വലിയ ഒരു മോഡറേറ്റ് റേഞ്ചാണ്. അപ്പോൾ അതൊക്കെ മേടിച്ചായിരുന്നു. പിന്നെ ബേക്കറി സെക്ഷനിൽ അതൊന്നും മേടിച്ചില്ല, ജസ്റ്റ് കയറി ഒന്ന് റൗണ്ട് അടിച്ചെന്ന് കണ്ടു. അതും കൊള്ളാം, കുഴപ്പമില്ല. റോസ്റ്റഡ് ചിക്കന് 125 രൂപ, 250 ഗ്രാമിന് 3/4 കിലോ മേടിച്ചായിരുന്നു. സീ ഫുഡിൻ്റെ സെക്ഷനൊക്കെ അത്യാവശ്യം കൊള്ളാം, കുഴപ്പമില്ല. നല്ല റേറ്റുണ്ട്, നല്ല ഫ്രഷ് സാധനമൊക്കെയാണ്, നമുക്ക് വിശ്വസിച്ച് കഴിയാം. അതുകൊണ്ട് മേടിച്ചില്ല, അതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ മേടിച്ച് ഈന്തപ്പഴമാണ് മേടിച്ചത്. 1/2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു ഈന്തപ്പഴം. അത് ഇച്ചിരി റേറ്റ് കുറവാണ് ഈന്തപ്പഴത്തിന്. അങ്ങനെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം ബില്ല് ചെയ്തിട്ട് നേരെ നമ്മൾ തേർഡ് ഫ്ലോറിലോട്ട് പോയി. എന്തെങ്കിലും കഴിക്കുന്നവരും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തേർഡ് ഫ്ലോറിലാണ് ഫുഡ് കോർട്ടൊക്കെ വരുന്നത്. അവിടുന്ന് ഒരു ചീസ് ഷവർമയും പിന്നെ ഒരു നോർമൽ ഷവർമ നമ്മൾ ഓർഡർ ചെയ്തു. പിന്നെ 2 ഓറഞ്ച് ജ്യൂസ്, ഇതാണ് കൂടുതൽ കഴിച്ചത്. അപ്പോൾ അത് കഴിച്ചിട്ട് നേരെ ലുലു കണക്കിലോട്ട് പോകണവർ. ലുലു കണക്കിലൂടെ കയറിയെല്ലാം 1-2 വിലയൊക്കെ തിരക്കി ഇറങ്ങാനായിരുന്നു. അപ്പോൾ അവിടെ ഇൻഡെക്സിൻ്റെ ഒക്കെ TV ഉണ്ടായിരുന്നു. ഇൻഡെക്സിൻ്റെ TV എല്ലാം പോകണം, 12,000 രൂപ, 31 ഇഞ്ച് വരുവാൻ. അപ്പം പിന്നെ സൗണ്ട് പാറൊക്കെ കിട്ടിയില്ല, കാണാറ്റുന്നുണ്ട് GBൻ്റെ പൈസയില്ല മേടിക്കാൻ. 50 വാട്ട്സിൻ്റെ വരുവായത്, സേപ്പുള്ള. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞാൻ കയറി വക്കോട്ടെല്ലാം സ്റ്റേഷനിലെത്തി. പിന്നെ രാത്രിയിലത്തെ ഗുരുവായൂർ എക്സ്പ്രസ്സിന് നേരെ വീട്ടിലെത്തി. അപ്പം വീഡിയോ എത്രയുള്ളൂ എല്ലാവരും ഇത് നല്ല ദിവസമായിട്ട് വെച്ചിരിക്കുന്നു. താങ്ക് യു.